അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ആശിഖീങ്ങളെ, നമ്മുടെ മഹത്തായ വെറുദുൽ ഹാജത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മജ്ലിസിൻ്റെ 11ാമത്തെ ദിവസമാണെന്ന്, അഥവാ സഫർ മാസത്തിലെ വെറുദുൽ ഹാജത്ത് മജ്ലിസ് ഇന്നത്തോടുകൂടെ അവസാനിക്കുകയാണ്. അള്ളാഹു നമ്മൾ ചൊല്ലിയ കഴിഞ്ഞ 10 മജ്ലിസുകളും അള്ളാഹു പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മജ്ലിസും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായിട്ട് ഇതിൽ പങ്കാളികളായ ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹു പരിപൂർണമായ പ്രതിഫലവും ഫലവും നൽകി അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെ ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ടാണോ ഈ മജ്ലിസിൽ പങ്കാളികളായത്, ആ ഉദ്ദേശം പരിപൂർണമായി അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. 2ാമത്തെ മാസമാണ് നമ്മളിത് വെറുദുൽ ഹാജത്ത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് സഹോദരിമാർ ഇതിൻ്റെ അത്ഭുത ഫലങ്ങൾ അനുഭവിച്ച ആളുകളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടില്ല, അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അത്ഭുത ഫലം ലഭിക്കുന്ന മഹത്തായ ഒരു മജ്ലിസാണിത്. അള്ളാഹു നമുക്കിത് പതിവാക്കി വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് പതിവാക്കി വരുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുക മാത്രമല്ല, അല്ലാതെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരുന്ന ഒരു മഹത്തായ മജ്ലിസാണിത്. ആത്മീയമായി വലിയ പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒരു മജ്ലിസാണിത്. അള്ളാഹുവിലേക്ക് പെട്ടെന്ന് നമുക്ക് അടുപ്പിക്കുന്ന അതിമഹത്തായ ഒരു മജ്ലിസാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഇതിൽ പങ്കാളികളാകാനും ഭാഗ്യം ലഭിക്കാൻ നമ്മളെല്ലാവരും ഇത് ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തൗഫീഖ് എന്നത് അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യണം. അള്ളാഹു നമുക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഈ മജ്ലിസ് പതിവാക്കി വരാനും അതിലൂടെ അള്ളാഹുവിലേക്ക് വല്ലാണ്ട് അടുക്കാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ആശിഖീങ്ങളിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരായ ആളുകൾ, അള്ളാഹുവിൻ്റെ അംബിയാ മുർസലീങ്ങൾ എന്തൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ മജ്ലിസിലൂടെ നമുക്കും അള്ളാഹു നൽകാനും ഈ മജ്ലിസ് ഒരു കാരണമാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ 11ാമത്തെ ദിവസം വെറുദുൽ ഹാജത്തിൽ നമ്മൾ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ യാ അള്ളാ എന്ന ജലാലത്തിൻ്റെ ഇസ്മാണ്. 1000 തവണ ഈ മഹത്തായ ഇസ്മ ചൊല്ലി അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ ദുആക്ക് ഉത്തരമുണ്ട് എന്ന്, ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നമ്മൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നമുക്ക് ഇന്ന് ചെറിയൊരു ദുആ ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യണം. നമ്മുടെ ഇഷ്ക് മദീന കുടുംബത്തിലുള്ള എല്ലാവരെയും ആ ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ വിനീതനെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. إلى حضرة سيدنا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. يا الله 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 يا الله
ya Allah 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 ya
ya Allah 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 ya
الله يا 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 الله يا
Allah, Ya 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 Allah. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الرحيم يا الملك الملوك يا راج سيدا يا الله يا الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مجيب يا الله يا مجيب يا الله يا مجيب يا الله അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ പരിപൂർണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. എന്തെങ്കിലും പാകപ്പിഴവുകൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ 11 ദിവസമായി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകള്, സ്വലാത്തുകള്, സൂറത്തുകള്, തസ്ബീഹുകള്, തഹ്ലീലുകള്, തഹ്മീദുകള്, നിന്റെ ഏറ്റവും ഇഷ്ടമുള്ള മഹത്തായ നാമങ്ങൾ ചൊല്ലിയിട്ടുണ്ട് റഹ്മാനെ. നീ പൂർണ്ണമായും സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല അല്ലാ. നീ മതിയായവനാണ് റഹ്മാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. നീ ഞങ്ങളെ തൃപ്തിപ്പെടണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോ നിമിഷവും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. അല്ലാഹു ഈ മജ്‌ലിസിൽ ഒരുപാട് ആശിക്കീങ്ങൾ പങ്കെടുത്തു റഹ്മാനെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. എന്തൊക്കെ ഹാജത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ ഓരോരുത്തരും അല്ലാഹുവേ അതൊക്കെ നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ എത്ര കാരുണ്യവാനാണ് റഹ്മാനെ. നീ എത്ര പരിശുദ്ധവാനാണ് അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യത്തിന് അളവില്ല റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല റഹ്മാനെ. അല്ലാഹുവേ അതിനൊന്നും ഞങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റഹ്മാനെ. എത്ര നന്ദി ചെയ്താലും മതിയാവില്ല റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. നീ ഞങ്ങളോട് പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഇനിയും അനുഗ്രഹങ്ങൾ നൽകണം അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങളുടെ ഇഷ്ടമാണ് റഹ്മാനെ. നീ ഞങ്ങളുടെ സ്നേഹമാണ് അല്ലാ. നിന്നോട് ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടമുണ്ട് റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ നിന്നിലേക്ക് അടുപ്പിക്കണം റഹ്മാനെ. നിന്റെ ഇഷ്കിന്റെ അഹലുകാരാക്കണം റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളുടെ വിർദുൽ ഹാജത്ത് മജ്‌ലിസിനെ നീ പരിപൂർണമായും സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ നീ ഒരിക്കലും കൈയൊഴിയുകയില്ല എന്ന പൂർണ്ണ വിശ്വാസമുണ്ട് റഹ്മാനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. പലവിധ മുറാദുകൾ മനസ്സിലുണ്ട് റഹ്മാനെ. എല്ലാം അറിയുന്നവനാണല്ലോ നാഥ.
നീ പൂർത്തീകരിക്കണം റഹ്മാനെ, നീ പൂർത്തീകരിക്കണം റഹ്മാനെ. നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പറയാൻ ആളില്ല അല്ലാ. നീ ഞങ്ങൾക്ക് മതിയായവനാണ് റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിലൊക്കെ ഞങ്ങൾ തൃപ്തിയുള്ളവരാണ് റഹ്മാനെ. നീ ഞങ്ങളെയും തൃപ്തിപ്പെടണം റഹ്മാനെ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ പൊരുത്തപ്പെടണം റഹ്മാനെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. നീ ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. നീ അല്ലാതെ പൊറുക്കാൻ ആരുമില്ല അല്ലാ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹമാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രതീക്ഷ അല്ലാ. നിന്റെ കാരുണ്യമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ റഹ്മാനെ. ഒരുപാട് ആശിക്യങ്ങൾ പലവിധ മുറാദുകൾ പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ എല്ലാം ഏറ്റവും ഹൈറായ രീതിയിൽ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇഷ്ക് മദീന കുടുംബത്തെ നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണം അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ കവാടം ഞങ്ങളിലേക്ക് നീ തുറന്നു തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ ഇരുലോകത്തും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ ഏറെ ഇഷ്ടക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലുള്ള ഇബാദത്തുകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, കിഡ്നി സംബന്ധമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാരക രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ റഹ്മാനെ, ഈ നിമിഷം അല്ലാഹുവേ അതിന് കരിച്ചു കളയണം അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരന്മാർ വീടില്ലാത്തവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. എത്രയും വേഗത്തിൽ അല്ലാഹുവേ വീടിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങി വെച്ചവർക്ക് അല്ലാഹുവേ അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറ്റി വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹൈറായ വരുമാന മാർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു കച്ചവടത്തിൽ വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. നാഫിയ ഇൽമ് അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ചീത്ത കൂട്ടുകെട്ടുകളിൽ അവരെയും ഞങ്ങളെയും ആരെയും പെടുത്തല്ല റഹ്മാനെ. ഹൈറിന്റെ അഹ്ലുകാരാക്കണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ് റഹ്മാനെ. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വർദ്ധിപ്പിക്കണം റഹ്മാനെ. സ്വലാത്ത് അധികരിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് ഇതാ ഞങ്ങൾ കടക്കുന്നു റഹ്മാനെ. 100 കോടി സ്വലാത്ത് വളരെ ഭംഗിയിൽ ഇഷ്ക് മദീന കുടുംബത്തിലൂടെ ചൊല്ലി പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു നീ പരിപൂർണമായും സ്വീകരിക്കണം റഹ്മാനെ. എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഇഷ്ക് മദീന കുടുംബത്തിലുള്ള ആശിക്യങ്ങൾ പലരും സമ്മാനമായിട്ടും സ്വതക്കയായിട്ടും പലരും തന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ പരിപൂർണമായും സ്വീകരിക്കണം അല്ലാഹുവേ, അവർക്ക് പരിപൂർണ പ്രതിഫലം നൽകണം റഹ്മാനെ. എന്തൊക്കെ ഉദ്ദേശമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് അല്ലാഹുവേ പരിപൂർണമായും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനെ. മുൻകർ നക്കീറിന്റെ ചോദ്യങ്ങൾക്ക് നിഷ്പ്രയാസം ഉത്തരം നൽകാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖബറിനെ വിശാലമാക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടം ഞങ്ങളുടെ ഖബറിലേക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മഹ്ശറയിൽ ഒരു ചാണകല സൂര്യന്റെ താഴെ നിൽക്കുന്ന സമയത്ത് റഹ്മാനെ നീ ഞങ്ങളെ കാക്കണം അല്ലാ. ഞങ്ങൾക്ക് അർശിന്റെ തണലിട്ട് നൽകണം റഹ്മാനെ. മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസർ നൽകണം റഹ്മാനെ. ഇഷ്ക് മദീന കുടുംബത്തിലൂടെ ചൊല്ലിയ സ്വലാത്തിന്റെ അനുഗ്രഹങ്ങൾ അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിന്റെ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് അവിടെ കാണിച്ചു തരണം അല്ലാഹുവേ, മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ വലിയ സ്ഥാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.